Plans are successful only to the extent that can be executed. John C. Maxwell. It's me, Lindo. Welcome back to Trading Milestone. എന്താണ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ്സ്. അതായത് ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പല ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് നമുക്കറിയാം അല്ലേ? ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റിന്റെ ഒരു കളക്ഷനാണ് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ, അതായത് എക്സാക്റ്റ് മൊമെന്റിൽ പ്രൈസസ് വാങ്ങാനും വിൽക്കാനും സാധിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേഷനിൽ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സാക്റ്റ് ഘടകമാണ് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ലോങ് ടൈമിനേക്കാൾ ഉപരി ഷോർട്ട് ടൈം ട്രേഡേഴ്സിന് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള മാർക്കറ്റിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് മാർക്കറ്റിൽ നിന്നും മണി മേക്കിങ്ങിന് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ നമ്മളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ലോസസിനെ തടയാനും അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുവാനും കറക്റ്റായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും നമുക്ക് സാധിക്കും. പറഞ്ഞല്ലോ, ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റിന്റെ ഒരു കളക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഈ അസറ്റിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫിനാൻഷ്യൽ അസറ്റിന്റെ ടൈപ്സ് ആണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നോക്കിയാലോ. ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്ന അസറ്റ്സിനെ പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്റ്റോക്സ് എടുക്കാം. അതായത് ഓരോ ഇൻഡിവിജ്വൽ കമ്പനീസിന്റെ സ്റ്റോക്സ് അല്ലെ, നമ്മൾ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കമ്പനിയുടെ സ്റ്റോക്സ് ആണോ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റോക്സ് എല്ലാം ഈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിരിക്കണം. അതുപോലെ തന്നെ ബോൺസ് ഉണ്ട്. എന്താണ് ബോൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് അല്ലേ. അതായത് ഒരു ഓവർ ടൈമിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ബോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കമ്മോഡിറ്റീസ്. കമ്മോഡിറ്റീസിൽ വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ക്രൂഡ് ഓയിൽ, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, ഇതൊക്കെ നമുക്ക് കമ്മോഡിറ്റീസിൽ വരുന്നുണ്ട്. ഇനിയുള്ളത് കറൻസീസ് ആണ്. കറൻസീസിൽ ഫോറിൻ എക്സ്ചേഞ്ച് പെയർസ്, USD, ഡോളേഴ്സ്, ഇതെല്ലാം കറൻസീസിൽ ഉൾപ്പെടും. പിന്നെ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിജിറ്റൽ കറൻസീസ്. ബിറ്റ്കോയിൻ പോലെയുള്ള ഡിജിറ്റൽ കറൻസീസിനെ നമ്മൾ ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ്. എന്താണ് ഡെറിവേറ്റീവ്സ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെയാണ് അസറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന അസറ്റ് ടൈപ്സ് ആണ് ഇതൊക്കെ. നമുക്കിനി ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഷോർട്ട് ടൈം ട്രേഡിങ്ങിലാണെങ്കിൽ ഷോർട്ട് ടൈമിൽ എന്താ നടക്കുന്നത്? ട്രേഡേഴ്സ് എപ്പോഴാണ് ട്രേഡ് ചെയ്യുന്നത്? ഒരു ഫ്യൂ സെക്കൻഡ്സ് തൊട്ട് ഫ്യൂ വീക്സ് വരെ അല്ലേ, അല്ലെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 മന്ത്സ് ആണ് ഈ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. സ്വിംഗ് ട്രേഡ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇപ്പം നമ്മൾ ഡേ ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണോ, എങ്ങനെ ആയാലും ശരി, ഒരു ആക്റ്റീവായിട്ടുള്ള മാനേജ്മെന്റ് നടക്കുന്നതിന് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ നമ്മളെ സഹായിക്കുന്നുണ്ട്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രേഡ്സ് എക്സിക്യൂഷൻ നടത്താനും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനും എല്ലാം ട്രേഡിംഗ് പോർട്ട്ഫോളിയോ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്താണ്, ഇതേക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിവിടെ ഇമ്പോർട്ടൻ്റ് ആണോ? അപ്പം നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ? എനിക്ക് ട്രേഡിംഗ് അറിയാമല്ലോ, ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ സ്ട്രാറ്റജി ഡെവലപ്പിൽ ഞാൻ ചെയ്താൽ പോരെ. പക്ഷേ നമ്മൾ ആ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തതയോടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്താലും നമുക്കറിയാം, അതിന് കൃത്യമായ ഒരു റൂൾ ബേസിൽ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു ചിട്ടയോട് കൂടി ചെയ്താൽ, ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമ്മൾ ജോലിക്ക് പോകാനായിട്ടിരിക്കുകയാണ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അവിടെ മടി പിടിച്ച് ചടഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുന്നു, അതിനുശേഷം ടൈം ആകുന്നു, നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകുന്നു. അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുന്നു, നമ്മുടെ റൊട്ടീൻസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോയാൽ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ റിസൾട്ട് എത്രമാത്രം വ്യത്യാസമുണ്ട്, എന്താണ് അതിൻ്റെ ചേഞ്ച് എന്നുള്ളത്. അവിടെയാണ് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് സ്ട്രാറ്റജി അറിയാം, ട്രേഡിംഗ് അറിയാം, രാവിലെ ഇരിക്കുന്നു ട്രേഡ് ചെയ്യുന്നു എന്നതിനേക്കാളും നമുക്ക് ഇരട്ടി റിസൾട്ടാണ് കൃത്യമായി പോർട്ട്ഫോളിയോ മേക്ക് ചെയ്തിട്ട് ആ ഒരു ബേസിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ.
അപ്പം ഒരു ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഷോർട്ട് ടേമിനാണ് കൂടുതൽ പോർട്ട്ഫോളിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ റിസ്കിന് നമുക്ക് ഷോർട്ട് ടൈം ട്രേഡിലാണ്, നമുക്കറിയാം റിസ്ക് കൂടുതലുള്ളത് ഷോർട്ട് ടൈം ട്രേഡിലാണ് അല്ലേ. അപ്പം റിസ്ക് കൂടുതൽ ഉള്ളിടത്തതാണ് റിട്ടേൺസും കൂടുതൽ ഉണ്ടാവുക. അപ്പം ഈ റിസ്ക് റിട്ടേൺ കറക്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ടിപ്പിക്കലി ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഓരോ അസറ്റ് ക്ലാസ്സസ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റോക്സ് പറഞ്ഞു, അതുപോലെ തന്നെ കമ്മോഡിറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇങ്ങനെ ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോയും ഡൈവേഴ്സിഫൈഡ് ആണ് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിനനുസരിച്ചിട്ട്. അപ്പം നമുക്കിനി പറയാം എങ്ങനെ നമുക്ക് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് മുമ്പായിട്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ എന്താണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ട്രേഡിംഗ് പോർട്ട്ഫോളിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്താണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്തവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മേക്ക് ചെയ്ത ശേഷം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ ഒരു ഫീൽഡിൽ. അതുപോലെ തന്നെ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്ന അടുത്തൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാമ്പിൾസ് എങ്ങനെ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സാമ്പിൾസ്. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് കാണണ്ട, ഒരു ഓർഡറിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യത്തിനും ചിട്ടയോട് കൂടിയുള്ള ഒരു ഓർഡർ വരുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ സക്സസ് റേറ്റ് ഇൻക്രീസ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട്, അതായത് വ്യക്തമായ ഒരു പോർട്ട്ഫോളിയോ മേക്കിങ്ങിൽ ട്രേഡ് ചെയ്താൽ നമുക്ക് എന്തായാലും റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ ഒരു ട്രേഡിംഗ് പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യുന്നതിന് പലതരം റീസൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിന്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഒരു ട്രേഡിംഗ് പോർട്ട്ഫോളിയോയുടെ ആവശ്യകത എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അതായത് പ്രോഫിറ്റ് ആക്റ്റീവ്ലി മാനേജ്മെൻറ്റ് അല്ലേ, ആക്റ്റീവ് മാനേജ്മെൻ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ് മാനേജ്മെൻറ്റിലൂടെ എങ്ങനെ വ്യക്തമായും കൃത്യമായും പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അവിടെയാണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൂടെ പറയുമ്പോഴേക്കും നമുക്കത് വളരെ ഒരു ടഫ് ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പ്രൈമറി റീസൺസ്, നമ്മൾ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് ആക്റ്റീവ്ലി എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും, ആ ഒരു റീസൺസ്. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ പറഞ്ഞു, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലേ. ഇനി ഈ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതുമൂലം കിട്ടുന്നത്, അതിനെപ്പറ്റി നമുക്ക് പറയണം. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് ഗുഡ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ, ഈ രണ്ട് കാര്യങ്ങളും കൂടി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. ട്രേഡിംഗ് പോർട്ട്ഫോളിയോയുടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.